നല്ല തഖ്വയുള്ള ജീവിതം, ഒരു ഹറാമ് പോലും ചെയ്യാതെ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് അല്ലാഹു നിരോധിച്ചതൊക്കെ വിടിഞ്ഞുകൊണ്ട് നല്ല തഖ്വയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു സാഹിറിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ ദുർകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. പിശാച് അല്ലാഹുവിനെ വെല്ലുവിളിച്ചു, അല്ലാ നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും കേട്ടോ, അവരെ ഞാൻ ഉപദ്രവിക്കും കേട്ടോ. വിശുദ്ധമായ ഖുർആൻ ആ സംഭവം പറയുമ്പോ അല്ലാഹുവിനോട് ചേർത്ത് പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, മുഖ്ലിസീങ്ങളായ അടിമകളെ ഒഴികെ, നിന്റെ മുഖ്ലിസീങ്ങളായ അടിമകൾ ഒഴികെ എല്ലാവരെയും ഞാൻ പിഴപ്പിക്കും. അല്ലാഹുവോട് വെല്ലുവിളിച്ചതാണ്. അപ്പൊ മുഖ്ലിസാവുക, നല്ല തഖ്വയുണ്ടാവുക എന്നുള്ളത് അത് സിഹ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ മാർഗമാണ്.